അപ്പോൾ ഇത് നമ്മൾ നിൽക്കുന്ന ഷോറൂമിൻ്റെ പേര് ഫോർച്യൂൺ മലയാളം MG ട്രിവാൻഡ്രം. കറക്റ്റ് ആണല്ലോ? നിങ്ങളൊക്കെ ചിരിക്കേണ്ട എന്താ ധൈര്യമായിട്ടില്ലേ? ഭയങ്കര നാണമാണ് ഇപ്പോഴത്തെ ഇങ്ങനെ പുള്ളിക്കാരി. അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ഒരു കാർ എടുക്കാൻ പോയിട്ടില്ല. കുറേ ദിവസം ബൈക്കിൽ പോയി മടുത്തി കാറിൽ പോകാൻ പ്ലാൻ ചെയ്തു. ഞാൻ പ്ലാൻ ചെയ്തില്ല, നമ്മളന്ന് കണ്ടില്ല ഒരു BMW ഓണർ പ്രവീൺ ചേട്ടൻ. ആ പുള്ളിക്കാരൻ കാർ എടുക്കാൻ പോകുന്നില്ല. ആ പുള്ളിക്കാരൻ കൂട്ടുകാരനായ ഡോക്ടറാണ്. പുള്ളിക്കാരൻ്റെ പേരാണ് അവിടെ പോയിട്ട് പരിചയപ്പെടുത്താം. ആ പുള്ളിക്കാരൻ കാർ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ചുമ്മാ കൂടെ പോവുകയാണ്. അതൊരു വ്ളോഗായിട്ട് ചെയ്യാൻ വിചാരിച്ച് അപ്പൊ അങ്ങനെ വിളിച്ചായിരുന്നു. ഇന്നലെ പോയിട്ടില്ല അല്ലേ, എന്തെങ്കിലും ചെയ്യണ്ടേ വ്ളോഗായിട്ട്, കണ്ടന്റ് വേണ്ടേ? കാറൊന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല, എന്റെ കാറല്ല അത്. കാർ കൊണ്ടുവരാ, കാർ എടുക്കാം നമുക്ക്. ഞാൻ കാർ എടുക്കും ഒരു ദിവസം, എടുക്കുമ്പോൾ നമ്മൾ കൊണ്ടുവരും. ഓക്കെ ശരി, പോന്നാ സമയം കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാൽ ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം. ഓക്കെ ബ്ലാക്ക് ബൈസൺ പോവാന്നാ. ഇപ്പൊ നിന്നെയും കൊണ്ട് ഫുള്ളും പോകുന്നില്ല, നീ പൂജപ്പര വരെ മാത്രമേ ഉള്ളൂ. പൂജപ്പരയിൽ നിന്ന് കാറിലാണ് പോകുന്നത്. അതുകൊണ്ട് വിഷമിക്കല്, വിട്ടിട്ട് പോകണതിന്. ഓക്കെ പോയിട്ട് ബൈ. സി വേറെ ഒന്നും വാങ്ങാനില്ല. വരുമ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയിട്ട് രാമേ. എല്ലാം അടുത്തല്ലോ ഫേഴ്സ് ഫോണ് കാര്യങ്ങളൊക്കെ. ശരി ഓക്കെ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന കാറിൻ്റെ പേരെന്ന് പറഞ്ഞത് MG ആണ്. ഏറ്റവും വില കൂടിയ കാർ എന്നാണ് പറയുന്നത്. ഏറ്റവും വില കൂടി എന്ന് പറയാൻ പറ്റില്ല, ഒരു ലക്സറി കാറാണ്. ഓക്കെ നമ്മൾ റീച്ച് ലൊക്കേഷൻ ഓഫ് പൂജപ്പുര. ഇവിടെ വണ്ടി വെക്കാല്ലേ, സേഫ് ആണല്ലോ, വേറെ വിഷയങ്ങളൊന്നുമില്ല. നമ്മളെ ഏരിയ തന്നെ. പക്ഷേ വേറെ ഒരേ പ്രശ്നം മാത്രമേ ഉള്ളൂ, നമ്മളെ കാക്കയെണ്ണ നല്ല പണി തരും ആശായിട്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കട്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. പുള്ളിക്കാരൻ വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട് നമ്മളെ പ്രവീൺ ചേട്ടൻ. ഇപ്പോൾ പ്ലാൻ ചെറിയ ചേഞ്ച് ഉണ്ട്, അത് വേറെ ഒന്നുമില്ല. ഞാൻ വീട്ടിൽ എത്തി. അപ്പോൾ പ്രവീൺ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് നീ വീട്ടിൽ പോയിക്കോ, ഞാൻ നേരെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പിക്കപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്. അതുപോലെ കുറച്ച് സാധനം തരാനുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് വരുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ എത്തി. വണ്ടി വിളക്കാൻ പറ്റും ഇവിടെ? ഓ ഇതൊക്കെ എടുത്തിട്ടാ, താങ്ക് യു. ഒരു മിനിറ്റേ, ഹായ് പറ. പിന്നെ ചെയ്യണ്ടേ? ഇതാ ഒറ്റ മിനിറ്റേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റാണ് നമ്മൾ പ്രവീൺ ചേട്ടൻ. അപ്പോൾ ഇവിടെ വച്ചിട്ട് നമുക്ക് പോവാം. സമയം വെയിറ്റ് ചെയ്യാം. സമയമ്മ ഓക്കെ പോവാം. സമയം എനിക്ക് സമയമൊന്നുമില്ല. ഇപ്പോൾ വീട്ടിൽ വിളിച്ചായിരുന്നു ഞങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട്. സമയമില്ലെന്ന് പറഞ്ഞ് നേരത്തെ പോകണമെന്ന് പറഞ്ഞു. വണ്ടി എടുക്കാൻ പോകണ്ടേ? പോട്ടാ പോയിട്ടാ. ഓക്കെ അങ്ങനെ കാറിനകത്ത് കയറിയിട്ടുണ്ട്. ചേട്ടാ വിളക്കാം നേരെ പോയിട്ട്. ലേറ്റായി പോയില്ലേ ഇറങ്ങിപ്പോട്ടാ? ഓക്കെ ഓക്കെ. ഈ വണ്ടി സൂപ്പറാണ്, ഒരു രക്ഷയില്. കിയ അല്ലേട്ടാ? കിയ. ഇത് പെട്രോളോ ഡീസലേട്ടാ? ഡീസലുണ്ട്. ഓക്കെ നമ്മളങ്ങനെ മരുതൻകുഴി എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഡോക്ടർ ചേട്ടൻ നിൽക്കുന്നത്. വിഷ്ണു ചേട്ടൻ. വിഷ്ണു അല്ലേ? ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് പുള്ളിക്കാരനെ പിക്കപ്പ് ചെയ്ത് നേരെ വണ്ടി എടുക്കാൻ പോവാം. MG അല്ലേ? MG ഫുൾ ഫോം ചേട്ടാ? മോർഗസ് എന്തോ? മോറസ് ഗാരേജ് അല്ലേ? MORRIS മോറിസ് ഗാരേജ് ആണ് വണ്ടിയുടെ ഫുൾ ഫോം. മോറിസ് പഴമെന്ന് പറയില്ലേ, അതുപോലെ. ഓക്കെ അങ്ങനെ നമ്മളെ ഡോക്ടർ ചേട്ടൻ വരുന്നുണ്ട്. ഡോക്ടർ വിഷ്ണു. ഹായ്. അപ്പോൾ അങ്ങനെ വിഷ്ണു ചേട്ടൻ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഡോക്ടറാണ്. ചേട്ടൻ വിളിക്കാൻ കുഴപ്പമില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാർ റൈഡർ, നമ്മളെ പോലെ ബൈക്ക് റൈഡർ. ഞാനൊന്നുമില്ല, അവരെ മുമ്പിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരൊക്കെ പ്രൊഫഷണൽ റൈഡറാണ്. എപ്പോഴും പറയണം, രജിസ്റ്റർ ചെയ്യണം. അത് വേണ്ടത് അല്ലേ അതൊക്കെ. അപ്പോൾ എന്തായാലും വണ്ടി എടുക്കാൻ പോവാണ് അല്ലേ? MG ഹാപ്പി അല്ലേ? അപ്പൊ എന്തായാലും ചിലവൊക്കെ ഉണ്ട് കേട്ടാ. ഇന്ന് ബുക്കിംഗ് അല്ലേ ഏട്ടാ? ഇന്ന് വണ്ടി ബുക്കിംഗ് മാത്രമേ ഉള്ളൂ. വണ്ടി എടുക്കണം എന്നായിരിക്കും ഡെലിവറി? അത്ര ദിവസം ആവൂലേ? ഓക്കെ ഓക്കെ. എല്ലാം കളർ കൊടുത്താൽ ഏത് കളർ വേണമെന്നൊക്കെ? ആണല്ലേ? ശരി. MGയുടെ ഏത് മോഡൽ ഏട്ടാ? MGയുടെ വിൻസർ എന്ന മോഡൽ എടുക്കാൻ പോകുന്നത്. ഓക്കെ 18 lakhs ആണ് വണ്ടി റേറ്റ്. പ്ലസ് ടാക്സ് എല്ലാം ചേർത്ത് എത്രയാണെന്ന് പറഞ്ഞൂടാ, വലിയ എമൗണ്ട് ആയിട്ട് മാറും എന്തായാലും. ചേട്ടാ എന്റെ പേര് പരിചയപ്പെടുത്തില്ല, സുധീഷ് എന്റെ പേര്. KLT വ്ളോഗിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര്. ചാനൽ യൂട്യൂബ് ഉണ്ടോ? ചാനൽ എന്തെങ്കിലും ഇല്ലല്ലേ? പുള്ളി യൂട്യൂബ് ഇല്ലെങ്കിലും എന്റെ ചാനലിലൊരു സജീവ സാന്നിധ്യം ആണല്ലേ? ഞാൻ കണ്ടായിരുന്നു പൊന്മുടി വ്ളോഗിൽ കണ്ടായിരുന്നു. എന്തായാലും ചാനൽ തുടങ്ങണ്ടേ? യൂട്യൂബ് ഒക്കെ വേണം അല്ലേ? റൈഡിങ് പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ ഇരിക്കട്ടെ, മെമ്മറി ആയിട്ട് സേവ് വെക്കാമല്ലോ കാര്യങ്ങളൊക്കെ. പുള്ളിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ. ഓക്കെ നമ്മൾ MG ഷോറൂം വന്നിട്ടുണ്ട്. ഡോക്യുമെന്റ്സ് ഉണ്ടോ കയ്യിലേ? സൂപ്പർ. അപ്പോൾ ഐശ്വര്യമായിട്ട് വണ്ടി പോയിക്കാം. കമോൺ കമോൺ ക്വിക്ക്. മോറിസ് ഗാരേജ് സിൻസ് 1924 അപ്പോൾ ഇതാണ് ഷോറൂം ചാക്കയിലുള്ളത്. പോന്നാ എൻട്രി ആയിട്ടുണ്ട്. ഇവിടെ കുറേ കാറുണ്ടല്ലോ. സൂപ്പർ ഏട്ടാ, നല്ല സ്റ്റൈലിഷ് ആയാണ് വണ്ടി ലുക്ക് ചെയ്യാൻ. ഇത് എത്ര കളറാണ് മൊത്തം? കോമറ്റ് ഉണ്ട്, അതെന്തോന്ന് ഹെക്ടർ, ആസ്റ്റർ.
സംഭവം വണ്ടികളെല്ലാം മുട്ടായി പോലെ അല്ലേ കളറൊക്കെ. അപ്പോൾ നമ്മൾ യാർഡിലോട്ട് പോവുകയാണ്. അവിടെ കുറേ കാറുണ്ട്. ആ കാറൊക്കെ നോക്കിയിട്ട് ഏത് കാറിലേക്കാണ് തീരുമാനിക്കാം. ഓക്കെ നമ്മൾ യാർഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് യാർഡ്. ഇവിടെ കുറേ വണ്ടിയുണ്ട്. എം ജിയുടെ ഇഷ്ടം പോലെ കോമറ്റ് ഉണ്ട്. പിന്നെ ഇതുണ്ട് വിൻസർ. അപ്പോൾ നമ്മളെ വിൻസർ ഇവിടെ വൈറ്റ് നമ്മളേതല്ല, നമ്മളെ വിഷ്ണു ചേട്ടൻ്റെ. ഇത് ഇലക്ട്രിക് വേറെ വണ്ടി. ഇത് കോമറ്റ് അല്ലേ? കോമറ്റ് കൊള്ളാല്ലേ, ചെറിയ വണ്ടി ആയാലും നല്ല കാണാൻ. ഇതിന്റെ ഫുൾ ഓപ്ഷൻ ഒക്കെ എത്രയാണ്? ഇതിന്റെ ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് 10-40-10-60 വരും. വണ്ടി ലുക്ക് സൂപ്പർ അല്ലേ. ഫ്രണ്ട് കണ്ട സാറിന് എല്ലാ കാറിനെയും ബോണറ്റ് ഏകദേശം ഒരേപോലെ ആയിരിക്കുള്ളൂ. ഒരേപോലെ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റൈലിഷ് ആയിരിക്കും. ഇതിൻ്റെ ലുക്ക് ഒരു വേറെ സ്റ്റൈൽ ഉണ്ടായി. ഇവിടെ നിന്നൊരു ഷേപ്പ്, പിന്നെ ഇവിടെ നിന്നൊരു എഡ്ജ് പോയിട്ട് വേറെ ഷേപ്പ്. ആ ഒരു ലുക്കാണ് ഇതിൻ്റെ വണ്ടിയുടെ ഏറ്റവും പ്ലസ് പോയിന്റ് അല്ലേ. ഒരു ഫോറിൻ വണ്ടി പോലെയൊക്കെയാണ് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ. ഇത് വിൻസർ ബ്ലാക്ക്. ഇതിലെടുക്കാൻ പോകണം അല്ലേ? കളർ ഇതല്ലോ. ഓക്കെ. ആ വൈറ്റ് കുറച്ച് വലുതായിട്ട് തോന്നുന്നു. ശരിയാണ്. ആ ഒരു സെയിം അല്ലേ അല്ലേ? അത് ഈ കളറിൻ്റെ ഇതായിരിക്കില്ല, മാജിക് ആയിരിക്കും. അപ്പോൾ നമ്മൾ വിഷ്ണു ചേട്ടൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് എടുത്താൽ കുറച്ച് കാണാൻ വലിയ ലുക്കായിരിക്കും പറയാണ്. കാരണം ഇപ്പോൾ ഈ കളറിൻ്റെ മാജിക് കാരണമേ, കളറിൻ്റെ ചില ഇത് കാരണം നമ്മൾ കണ്ണിന് തോന്നുമായിരിക്കും വലുതും ചെറുതായിട്ടൊക്കെ. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ലോൺ എന്ന് പറഞ്ഞത് 90% ലോൺ തരുന്ന പറഞ്ഞല്ലേ? SBI ഏത് ബാങ്ക് ആയാലും. മാസം അടവ് എത്ര വരും ആവറേജ് ആയിട്ട്? ഇപ്പോൾ 5 years ആണെങ്കിൽ 2050 വരും. അത്രേ ഉള്ളൂ? 5 years പെർ ലാക്കിന് 2050. ഓക്കെ. 5 വർഷത്തേക്ക് അടവാണെന്നുണ്ടെങ്കിൽ പെർ ലാക്കിന് 2050 രൂപ അടവ് വരും. അപ്പം അങ്ങനെ ആകുമ്പോൾ എത്ര ലക്ഷം? വണ്ടിക്ക് ഒരു എത്ര ലക്ഷം പറഞ്ഞാൽ? 18 ലക്ഷം. വണ്ടിയുടെ വില 18 ലക്ഷമാണ്. അങ്ങനെ ആകുമ്പോൾ 2050 ഇൻറ്റു കൂട്ടി നോക്കി അറിയാൻ പറ്റത്താണെന്നുള്ളത്. മന്ത്ലി അടവെന്ന് പറയുമ്പോൾ 20,000 അടുപ്പിച്ച് വരുമായിരിക്കും. 20,000 ചിലപ്പോൾ കുറയില്ലേ? കൂടുതൽ വരും. ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ ഡൗൺ പേയ്മെന്റ് അടങ്ങുന്നത് അതിനനുസരിച്ചല്ലേ ലോൺ പറഞ്ഞത്. അപ്പം കൂടുതൽ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ EMI കുറഞ്ഞില്ല. അപ്പോൾ നമ്മൾ പ്രവീൺ ചേട്ടൻ വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ വണ്ടി നോക്കാൻ വന്ന ആൾ വണ്ടി എടുക്കാൻ പോവുകയാണ്. ഇല്ലേടാ കൺഫേം ആയല്ലോ പ്ലാൻ? സത്യം പറഞ്ഞാൽ അതല്ലേ പറഞ്ഞു, നമ്മളൊന്ന് ഇതുപോലെ കണ്ട് തോന്നിക്കഴിഞ്ഞാൽ എടുക്കാൻ തോന്നിപ്പോൾ. പക്ഷേ ഇതിപ്പോൾ എടുത്ത് വീട്ടിൽ പോയി ആലോചിച്ച് കഴിഞ്ഞാൽ നോക്കില്ല അല്ലേ? വീട്ടിൽ പോയി ഉറങ്ങി കഴിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. കണ്ടപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറയാമല്ലോ, നമുക്ക് ഒരു കാറൊക്കെ വേണം, എടുക്കാൻ ഭാവിയില്ലേ? ഇതൊക്കെ ഇപ്പോൾ നമുക്ക് കണ്ട് രസിക്കാം. അതൊക്കെ അല്ലേ, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? ഇതൊക്കെ നമുക്കൊക്കെ സ്വിഫ്റ്റ് കാർ മതി, അതിന് ധാരാളം. അപ്പോഴത്തേക്ക് മെയിനായിട്ട് വണ്ടി ഒന്ന് നല്ലപോലെ സർവീസിൽ കൊണ്ടുപോകണം. പിന്നെ വീട്ടിൽ കാര്യങ്ങൾ കുറച്ച് പെൻഡിങ് ഉണ്ട്, അതൊക്കെ തേക്കണം. പിന്നെ എല്ലാം തീർത്തിട്ട് സേവിങ്സ് ഒക്കെ വന്നതിന് ശേഷം നമുക്ക് കാറിലോട്ടൊക്കെ പോകാം. ആദ്യം ബൈക്ക് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അവിടെ വണ്ടി ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ എന്തായാലും എടുക്കാം. ഓക്കെ. അപ്പോൾ ഈ ഷോറൂമിൻ്റെ പേര് MG ട്രിവാൻഡ്രം ആണ്. അതായത് മോറിസ് ഗാരാജിന് ട്രിവാൻഡ്രം ഷോറൂമാണ്, ചാക്കലിന് പറഞ്ഞത്. അപ്പോൾ ആളുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഷോറൂമിൽ കുറച്ച് കാർസ് ഒക്കെ ഉണ്ട്. ഈ കാർ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഓക്കെ ആണല്ലോ? ഭയങ്കര നാണമാണ് ഇപ്പോഴത്തെ ഇങ്ങനെ പുള്ളിക്കാരി. അപ്പോൾ അവർ ഫ്രെയിമിൽ കൊണ്ടുവരണില്ല. ഓക്കെ, അതുകൊണ്ട് സൈഡിൽ നിന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ റേറ്റിംഗ് കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതൊന്ന് പറഞ്ഞാൽ ചിരിക്കേണ്ട ഒന്നുമില്ല. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? ഭയങ്കര നാണം കേട്ടോ എല്ലാവർക്കും. എനിക്ക് നാണം കൊണ്ടുവരാൻ ആദ്യം എല്ലാം മാറി കെട്ടി വ്ളോഗ് ചെയ്ത് ശരി വാ പറ. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന വണ്ടി കോമറ്റ് അല്ലേ? മോറിസ് ഗാരേജിൻ്റെ കോമറ്റ് എന്ന വണ്ടിയാണ്. ഇത് കുട്ടി വണ്ടിയാണ്. ഇതെല്ലാവർക്കും ഈസിയായിട്ട് ഓടിക്കാൻ പറ്റും, പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എല്ലാവർക്കും. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ വണ്ടിയാണ് നമ്മൾ ട്രാഫിക്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് അല്ലേ? വളയ്ക്കാനും തിരിക്കാനൊക്കെ പെട്ടെന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ കോമറ്റ് EV അല്ലേ? അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 6.9, അതായത് 6,99,800 അടുപ്പിച്ചാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് 230 കിലോമീറ്റർ ആണ് ആവറേജ് മൈലേജ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളും കൂടുതൽ പറയാൻ പോകാനുള്ള സമയമില്ല സത്യം പറഞ്ഞാൽ. ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ റേറ്റും മൈലേജ് മാത്രം പറഞ്ഞു പോവുകയാണ്. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി ഇത് പറഞ്ഞത് മോറിസ് ഗാരേജിൻ്റെ ZS. ഇത് EV ആണല്ലേ? നല്ല ചുവന്ന കളർ മുട്ടായി പോലെയാണ് അല്ലേ? നമുക്ക് വാങ്ങുന്ന ആഗ്രഹം കൊണ്ട് ഒരു ദിവസം വാങ്ങാം എന്തായാലും. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇവിടുത്തെ എല്ലാ EV വണ്ടിക്കും ബാറ്ററി വന്നിട്ട് ലൈഫ് ടൈം വാറണ്ടിയാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ എന്നാൽ കൊടുക്കുന്നോന്നല്ലേ? ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കും. ബാറ്ററിയുടെ കാര്യത്തിൽ നമുക്ക് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 461 കിലോമീറ്റർ ആണ്. വിത്തൗട്ട് AC ആണ് മൈലേജ്. ഓക്കെ. അപ്പോൾ വിത്ത് AC ആകുമ്പോൾ കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത ഇലക്ട്രിക് വണ്ടി എന്ന് പറയുന്നത് നമ്മളെ ഇതാണ് മോറിസ് ഗാരേജിൻ്റെ വിൻസർ. ഇതാണ് സത്യം പറയാൻ ഇഷ്ടപ്പെട്ട മോഡൽ. എനിക്ക് മാത്രമല്ല നമ്മളെല്ലാവർക്കും ഇഷ്ടമാണ് ഈ മോഡൽ. ബാക്കിയുള്ള വണ്ടികളുടെ ലുക്ക് കണ്ടാൽ മെയിനായിട്ട് ബോണറ്റാണ് ഒരു പ്രത്യേകതരം ലുക്കാണ്. ഈ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ആരും എടുത്തു പോകും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 13,99,800 സംതിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് എൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 15,99,800 സംതിങ് വരെ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 330 കിലോമീറ്റർ വിത്തൗട്ട് AC ആണ്. ഓക്കെ. അപ്പോൾ മൊത്തം 3 EV ഉണ്ട്. ഒന്ന് കോമറ്റ്, രണ്ടാമത് CS,
മൂന്നാമത് വിൻസർ. അപ്പോൾ എല്ലാത്തിനും മൈലേജ് പറഞ്ഞുകൊണ്ട് റേറ്റും പറഞ്ഞുകൊണ്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഷോറൂമിൽ വന്നാൽ മതി. ഇവിടുത്തെ നമ്പർ ഞാൻ കൊടുത്തേക്കാം സ്ക്രീനിൽ, പുള്ളിക്കാരൻ വിളിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ ഇവിടുത്തെ എല്ലാ വണ്ടിക്കും 2.5 ലക്ഷം വരെ ഓഫർ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ മെഗാ മേള ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്തൊന്ന് ഇനി നല്ല ഓഫർ കിട്ടും. അപ്പോൾ ഈ ഷോറൂമിൻ്റെ പേര് ഫോർച്യൂൺ മലയാളം ഓട്ടോമൊബൈൽസ് ആണ്, ചാക്കില വരുന്നത്. ഞാൻ ലൊക്കേഷൻ ഇട്ടേക്കാം. അപ്പോൾ ആർക്കും എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വരിക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യം പറഞ്ഞ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ വണ്ടിയുടെ മോഡൽ എന്ന് പറയുന്നത് MG A-Star ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 9,99,800 സ്റ്റാർട്ടിങ് വരുന്നത്. ഇത് പെട്രോൾ കാറാണ്. ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് മൈലേജിന് പറയേണ്ട ആവശ്യമില്ല, ഒരു ആവറേജായിട്ട് 10-12 കിട്ടുമായിരിക്കാം. അപ്പോൾ മോറിസ് ഗാരേജിൻ്റെ അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഹെക്ടറാണ്. ഇത് ഡീസലുണ്ട് പെട്രോളുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 10-12 തന്നെ ആവറേജ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഓടിക്കുമ്പോഴത്തേക്ക് എത്ര തന്നെ വേണമെന്ന് പറയാനില്ല. അപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ ഷോറൂമിലുള്ള വണ്ടികളുടെ റേറ്റും മൈലേജ് മാത്രമേ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നിങ്ങളാരും വിചാരിക്കല്ലേ വണ്ടിയെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, സിമ്പിളായിട്ട് പറഞ്ഞു പോവുകയാണെന്നുള്ളത്. കാരണം നമ്മളെ കാര്യം അറിയാമല്ലോ, നമുക്ക് ഉള്ള അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് 13 ലക്ഷമാണ്. ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞാൽ 22 ലക്ഷമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തെങ്കിലും കുറ്റവും കുറവുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം, ഞാൻ നിങ്ങളെ പയ്യനാണ് അറിയാമല്ലോ. അപ്പോൾ ഓക്കെ, ബൈ, സീ. അപ്പോൾ ഇവിടുത്തെ സെയിൽസ് മാനേജറാണ്, സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ഞാനൊരു ദിവസം കാർ എടുക്കാൻ വരും, അപ്പോഴത്തേക്ക് എനിക്ക് മാറ്റിരിക്കാം. ഡിസ്കൗണ്ട് തരണം കേട്ടല്ലോ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കാം, ലൈഫ് അടിച്ച് പൊളിക്കണം, ലൈഫ് അടിച്ച് പൊളിക്കാം. അവളെന്നാ ഓരോ നിമിഷം അടിച്ച് പൊളിക്കണം. പോയിട്ടോ, ബൈ, സീ. ബുക്ക് ചെയ്താ, ബുക്ക് ചെയ്യിപ്പിച്ച് ഏത് കാറ് ചുമ്മാ നോക്കാൻ വന്നത് അങ്ങേരെ കൂടെ. ഓൾറെഡി നമ്മൾ കോമറ്റിലേക്ക് ബുക്ക് ചെയ്തല്ലേ? ബുക്ക് ചെയ്തില്ല, ബുക്കിന്റെ വക്കിലെത്തിരിഞ്ഞ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ബുക്ക് ചെയ്തു, വൈഫിന് ഗിഫ്റ്റായിട്ട് വാങ്ങി കൊടുക്കാൻ. അപ്പോൾ നമ്മളെ പ്രവീൺ ചേട്ടൻ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് കോമറ്റിൻ്റെ. ഇപ്പം ഇന്ന് ചിലവുണ്ട് പോകുന്ന വഴിക്ക് സൂപ്പറായിട്ട്. എവിടെ എവിടെ ചിലവെടാ? വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. ഇപ്പോൾ ഡിസ്കൗണ്ടിൽ കൊടുത്താ? മാക്സിമം ഡിസ്കൗണ്ട് മാക്സിമം കൊടുത്തില്ലേ? എത്ര ആക്കി വണ്ടി വേണമെങ്കിലേ ഈ നമ്പറില്ലേ? അപ്പോൾ ഇത് ജിബിനാണ്, ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ പുള്ളിക്കാരൻ വിളിച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വണ്ടിയുടെ വിലയും മൈലേജ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല കൂടുതലൊന്നും. അപ്പോൾ നിങ്ങളെ വിളിക്കുന്ന ആൾക്കാരുടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാം ഓക്കെ ആയല്ലോ, വണ്ടി ബുക്കായാലും സന്തോഷമായല്ലോ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കാൻ പറ, LPG ലൈഫ് അടിച്ച് പൊളിക്കണം. അത്ര തന്നെ. നമ്മൾ ഈ പോളിടെക്നിക് പഠിക്കാത്തതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഓക്കെ, പോന്നാ സംഭവം. വണ്ടി കാണാൻ വന്ന ആൾ വണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത് കണ്ടാ, ഇതൊക്കെയാണ് ബ്യൂട്ടി അല്ലേ. അപ്പം കോമറ്റ് അല്ലേ ഫിക്സ് ആയി. എനിക്ക് ഒന്നാമത് ഈ സിറ്റിക്കകത്തുള്ള ഓട്ടം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ ഓക്കെ. രണ്ടാമത് വൈഫിന് വേണ്ടി ഒരു ആക്റ്റീവ് എടുത്തു കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരിക്ക് അത് ഓടിക്കാൻ പേടി. 1 വർഷമായി 300 കിലോമീറ്റർ ഓടിയുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഒരു വണ്ടി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരെ സ്കൂളിലൊക്കെ ഉണ്ടാക്കുന്നത് കൊടുക്കുമായി. അതാണ് ആവശ്യമുള്ളത്. ഇല്ലെങ്കിൽ ഓട്ടോ ചാർജ് തന്നെ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കും, നല്ല പൈസ ഓട്ടോ ചാർജ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാകുമ്പം പുള്ളിക്കാരി ഓടിച്ചും കൊണ്ട് പൊക്കോളും. ഈ വണ്ടി എടുക്കാനുള്ള മെയിൻ കാരണം നമ്മളെ ചേട്ടന്റെ വൈഫിന് വേണ്ടിയിട്ടാണ്. അപ്പം ഭാര്യയെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാവും ചില ഭർത്താക്കന്മാർ ആലോചിക്കും ഇതൊക്കെ കാണുമ്പോഴേ ഇത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ചെയ്യേണ്ടി വരില്ലേ. ഞാൻ വൈഫിൻ്റെ വിളിച്ചാൽ എനിക്കിപ്പോ അതെ. അപ്പൊ ഓക്കെ, വീഡിയോ വേറെ ഒന്നും പറയാലോട്ടാ, എല്ലാം വന്നല്ലോ. അപ്പൊ അവിടെ വന്നു, വണ്ടി ബുക്ക് ചെയ്തു. അപ്പൊ 2 ചിലവുണ്ട് കേട്ടല്ലോ. അപ്പൊ 2 ചിലവ് ഒരു ദിവസം ചെയ്യണം. ഇന്ന് ഞാൻ ഇത്തിരി ബിസിയാണ്, ഞാൻ ഇപ്പം വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. ഇവരൊക്കെ ചെറിയൊരു പാർട്ടി വിടാൻ പോവുകയാണ്. അതെന്ത് പാർട്ടി എന്നുള്ളത് പറയാൻ കുഴപ്പമില്ല. ഈ വീഡിയോയുടെ എൻ്റെ പോയാണ്, വേറെ ഒന്നും പറയാനില്ല, കൂടുതൽ പറഞ്ഞ് കത്തി വെക്കണില്ല. അപ്പോൾ അത്ര തന്നെ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. പറയട്ടാ, ഞാൻ മാത്രമേ പറയുള്ളൂ. കട്ടക്ക് നിൽക്കണം. കമോൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം. കാണിക്കോ LPG. ഓക്കെ, സുനിൽ ബിമൽ ചേട്ടനാണ്. ഇത് റൈഡറാണ്, ക്ലബിലുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ബിമൽ ചേട്ടൻ, വിഷ്ണു ചേട്ടൻ, പ്രവീൺ ചേട്ടൻ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ എന്നെ കൂടെ ചേർത്തതിന്. ശരി, ഓക്കെ, ബൈ, സീ യു.